മലയാളം 36ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 36ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കൂട്ടക്ഷരങ്ങൾ തന്നെയാണ്. ആദ്യമായി പ് തമ്പ പ സമിടുങ്ങൻ പ, രണ്ട് പ ചേർന്നതാണ് പ. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം പപ്പടം. പപ്പടം പപ്പടം. ഓക്കെ. നമ്പർ 2 അപ്പം. അപ്പം ലെംപെ. ഓക്കെ. അപ്പോൾ പായുടെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തൊരു കൂട്ടക്ഷരമാണ് ബ. ബ. ബ് തമ്പ ബ സമിടുങ്ങൻ ബ. ബ. ജുബ്ബ. ജുബ്ബ. ഓക്കെ. കഫ്തൻ ജുബ്ബ. ഭായുടെ വരുന്ന മറ്റൊരു ഉദാഹരണം റിബൺ. റിബൺ. ഓക്കെ. റിബൺ. മൂന്നാമതായി ഒരു കൂട്ടക്ഷരം കൂടി നമുക്ക് പഠിക്കാം. മ. മ് തമ്പ മ സമിടുങ്ങൻ മ. മ. ചെമ്മീൻ. ചോന്തു ചെമ്മീൻ. ഉഡാങ് ശ്രിം. മ വരുന്ന മറ്റൊരു ഉദാഹരണം സമ്മാനം. എന്താണ്? സമ്മാനം. ഹദിയ, ഗിഫ്റ്റ്. ഓക്കെ. അപ്പോൾ കൂട്ടക്ഷരങ്ങൾ വരുന്നൊരു വാചകം നമുക്ക് നോക്കാം. ജബ്ബാറിൻ്റെ ഉമ്മ അപ്പവും പപ്പടവും തന്നു. ജബ്ബാറിൻ്റെ ഉമ്മ അപ്പവും പപ്പടവും തന്നു. അതിൽ ജബ്ബാർ എന്നുള്ളിടത്ത് ഭ എന്ന കൂട്ടക്ഷരം, ഉമ്മ ഉമ്മ എന്ന കൂട്ടക്ഷരം വന്നല്ലേ. അപ്പം, പപ്പടം, അതിലൊക്കെ കൂട്ടക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഭ, ഭ, മ ഈ 3 കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. 36ാമത്തെ ക്ലാസ്. ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ആദ്യമായി പ് തമ്പ പ സമിടുങ്ങൻ പ. ഓക്കെ. പ. പ. പ ഡം. പപ്പടം. ഓക്കെ. അടുത്ത ഉദാഹരണം ആ അപ്പം. അപ്പം. പിന്നെ നമ്മൾ പഠിച്ച കൂട്ടക്ഷരമാണ് ബ. ബ് തമ്പ ബ സമിടുങ്ങൻ ബ. ഓക്കെ. അതിൻ്റെ ഉദാഹരണം വാക്കെന്തായിരുന്നു? ജുബ്ബ. ജുബ്ബ അല്ലേ. ജുബ്ബ. അതുപോലെ റിബൺ. റിബൺ. ഓക്കെ. പപ്പടം, അപ്പം, ജുബ്ബ, റിബൺ. ഓക്കെ. അടുത്ത അക്ഷരമാണ് മ. മ തമ്പ മ സമിടുങ്ങൻ മ. ചോന്തോഞ്ഞ് ചെമ്മീൻ. ചെമ്മീൻ. ഓക്കെ.
മറ്റൊരു ഉദാഹരണം സമ്മാനം അല്ലേ, സമ്മാനം. നോക്കൂ, നമ്മൾ പഠിച്ച കൂട്ടക്ഷരങ്ങൾ പ ഭ മ. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് അല്പം നമുക്ക് പഠിക്കാം. ഓക്കെ, കമ്മ്യൂണിക്കസി. കാത്ത് താഞ്ഞ്, ചോദ്യവാക്കുകൾ. നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന പറയുന്ന ചോദ്യവാക്കുകൾ. അതിൻ്റെ ഉദാഹരണങ്ങൾ: ഒന്ന്, എന്താണ് അല്ലേ, നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ് എന്താണ്. അതല്ലെങ്കിൽ എന്താണ് ബസ് മലായോ അപ്പ് ഖ. നമ്പർ 2, ആരാണ് സ്യപ്പ് ഖ. നമ്പർ 3, എപ്പോഴാണ് അല്ലേ, എപ്പോഴാണ് തു ബീലിക്ക. എങ്ങനെയാണ് ബഗൈ മന്നിക്ക. നമ്പർ 5, എന്തുകൊണ്ടാണ് മങ്ങാപ്പുക്ക അത്തൗ കിണാപ്പുക്ക. നമ്പർ 6, എത്രയാണ് ബ്രപ്പുക്ക. നമ്പർ 7, എവിടെയാണ് ഡി മന്നിക്ക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവാക്കുകൾ വരുന്ന കുറച്ച് വാചകങ്ങൾ നമുക്ക് നോക്കാം. നമ്പർ 10, നിങ്ങളുടെ ബാപ്പാക്ക് എന്താണ് ജോലി. ഇതിൽ എന്താണ് അല്ലേ, അപ്പുക്ക പിക്ർജാൻ പാപ്പ കമു. അപ്പുക്ക പിക്ർജാൻ ബാപ്പ കമു. ഇവിടെ അപ്പുക്ക എന്താണ് എന്ന വാക്ക് വന്നു. നമ്പർ 2, നിങ്ങളുടെ വീട്ടിൽ ആരാണ് വന്നത്. ഇതിൽ ആരാണ് എന്ന വാക്കാണ് നമ്മൾ പഠിക്കുന്നത്. സ്യപ്പുക്ക യങ് ഡത്തക്ക് റുമ കമു. ഓക്കെ, നമ്പർ 3, നിങ്ങൾ എപ്പോഴാണ് കേരളത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ എപ്പോഴാണ്, ഇതിൽ എപ്പോഴാണ് എന്നുള്ള വാക്ക്, നിങ്ങൾ കേരളത്തിലേക്ക് പോകുന്നത്. ബിലിക്ക കമു അക്കാൻക്ക് കേരള. ഓക്കെ, നമ്പർ 4, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ബഗൈ മന്നുക്ക കമലങ്ങാൻ ഇത്തു ബർലാക്കു. എങ്ങനെയാണ്. നമ്പർ 5, ഇന്നലെ എന്താണ് മദ്രസയിൽ വരാതിരുന്നത്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലേ. മങ്ങാപ്പുക്ക കമു തിഡ ഹാദിർക്ക് മദ്രസ സ്മലം. നമ്പർ 9, നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സുണ്ട്. എത്ര. ബ്രപ്പുക്ക ഉമുർ അടി കമു. നിങ്ങളുടെ സഹോദരന് എത്ര വയസ്സുണ്ട്. നമ്പർ 7, അലിയുടെ വീട് എവിടെയാണ്. ഡി മന്നുക്ക റുമ അലി അല്ലേ, എവിടെയാണ്. അപ്പോൾ ഇതുപോലെ ചോദ്യവാക്കുകൾ വരുന്ന ഉദാഹരണങ്ങൾ, ചോന്തോകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒന്നുകൂടി ഉഷാറാക്കണം.